ഡോ, താനിത് എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? ഇപ്പം ഇടിച്ചിട്ടേണ. ഓ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ഏ, കാണാതിരിക്കാൻ തൻ്റെ മുഖത്തെന്താ? അത് കണ്ണല്ലേ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് രാവിലെ കുറ്റിയും പറിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ദേവു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ശേ, ആകെ നാണക്കേടായല്ലോ. രാവിലെ തന്നെ ആ പെണ്ണിൻ്റെ വായിൽ നിന്ന് കേട്ടു. ഇനി ഈ പോസ്റ്റ് ഓഫീസ് എവിടെയാണാവോ എന്ന് ചിന്തിച്ച് ബൈക്ക് മുന്നോട്ടെടുത്തു. ഇത് കിരൺ, പോസ്റ്റ്മാനാണ്. നാട്ടിൽ നിന്ന് ട്രാൻസ്ഫറായി ഇവിടെ എത്തിയതാണ്. KSRTC ബസ് സ്റ്റോപ്പിനടുത്താണ് പോസ്റ്റ് ഓഫീസ് എന്ന് അറിയാം. അത് നോക്കി വണ്ടി ഓടിച്ചതുകൊണ്ടാണ് ആ കൊച്ചിനെ ഇടിക്കാൻ പോയത്. എന്തായാലും ഇനി ആരോടെങ്കിലും ചോദിക്കാം എന്ന് കരുതി കിരൺ അടുത്തുള്ള തട്ടുകടയിൽ വണ്ടി ഒതുക്കി. ചേട്ടാ, പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? കിരൺ ചോദിച്ചു. അത് ആ വളവ് തിരിഞ്ഞാൽ KSRTC സ്റ്റാൻഡ്. സ്റ്റാൻഡിന് എതിരായി ഒരു ഇരുനില കെട്ടിടമുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് പോസ്റ്റ് ഓഫീസ്. ശരി ചേട്ടാ. കിരൺ വണ്ടിയുമെടുത്ത് പോയി. ആദ്യമേ ആരോടെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഇന്നത്തെ ദിവസം പോയി കിട്ടി. പോസ്റ്റ് ഓഫീസിലെത്തി കിരൺ ജോയിൻ ചെയ്തു തൻ്റെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഇവിടെ പുതിയതായതിനാൽ ഏരിയൊന്നും കിരണിന് അത്ര പരിചയമില്ലായിരുന്നു. പോകെ പോകെ ശരിയാകുമായിരിക്കും. ബസ് പോയി കാണുമോ എന്തോ. ദേവു നടത്തത്തിൻ്റെ വേഗത കൂട്ടി. ചേട്ടാ, കൃഷ്ണ ബസ് പോയോ? ഇല്ല, ഞാൻ വന്നിട്ട് 10 മിനിറ്റായി. ഇതുവരെ ആയിട്ടും പോയില്ല. ഇനിയിപ്പോൾ ഇല്ലേ എന്തോ, അയാൾ പറഞ്ഞു. ഈശ്വരാ, ആ ബസ് ഇല്ലെങ്കിൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ ലേറ്റ് ആകുമല്ലോ. സൂപ്പർവൈസറുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമല്ലോ. ആ, ബസ് വന്നു. അധികവും സ്കൂൾ കുട്ടികളായതിനാൽ നല്ല തിരക്കായിരുന്നു. എന്നാലും ദേവുവും എങ്ങനെയെങ്കിലും അതിൽ കയറിപ്പറ്റി. ഇതാണ് ദേവയാനി, ഗോപാലൻ്റെയും ജാനകിയുടെയും ഒരേ ഒരു മകൾ. ഗോപാലന് തെങ്ങുകയറ്റമായിരുന്നു. ദേവു +2 പഠിക്കുമ്പോൾ ഗോപാലൻ തെങ്ങിൽ നിന്ന് വീണു അരയ്ക്ക് താഴോട്ട് തളർന്നു. ഉള്ളത് വിറ്റും കടം വാങ്ങിയും ചികിത്സിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഒരേ കിടപ്പാണ്. ആഹാരത്തിനും മരുന്നിനും ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ദേവു +2 പഠനത്തിന് ശേഷം നഗരത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോയി തുടങ്ങി. ജാനകി തൊഴിലുറപ്പ് പണിക്കും പോകുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ജോലി. അച്ഛനെ ആയുർവേദ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കുമെന്ന് വാസുമാഷ് പറഞ്ഞു. അതിന് ഒരുപാട് പണച്ചിലവുണ്ട്. അതിനുള്ള നെട്ടോട്ടത്തിലാണ് ദേവു. കിരണിന് സ്ഥലം പരിചയമില്ലാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും അവൻ അതൊക്കെ മാനേജ് ചെയ്തു. ചേച്ചി, ഈ കല്ലുവിള വീട് എവിടെയാ? കല്ലുവിള വീട്ടിൽ ദേവയാനി. അതോ, അതാ വയലിനക്കരെയാണ്. ആ കാണുന്ന 3ാമത്തെ വീട്. ശരി ചേച്ചി. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരാ അത്? ജാനകി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. കല്ലുവിള വീട്? ആ, ഇത് തന്നെ. ദേവയാനി. ആ, ഇങ്ങ് തന്നേരാ മോനെ. ലെറ്റർ ജാനകിയെ ഏൽപ്പിച്ചു കിരൺ തിരിച്ചുപോയി. ഇതിനിടയിൽ വാസുമാഷ് ഗോപാലൻ്റെ അവസ്ഥ കാണിച്ചു ചില സംഘടനകളുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അത് ദേവയാനിയുടെ പേരിലാണ് മണി ഓർഡറായി വന്നത്. കിരൺ മണി ഓർഡറും കൊണ്ട് ദേവുവിൻ്റെ വീട്ടിലെത്തി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഗോപാലന് പെട്ടെന്ന് അസുഖം കൂടിയതുകൊണ്ട് ജാനകി ഗോപാലനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ദേവു സൂപ്പർ മാർക്കറ്റിലേക്ക്. കിരണിൻ്റെ വിളി കേട്ട് അയൽവാസിയായ ഒരാൾ വന്ന് കാര്യം അന്വേഷിച്ചു. അവർ ഇവിടെ ഇല്ല എന്നറിഞ്ഞു. മണി ഓർഡർ പോസ്റ്റ് ഓഫീസിൽ വന്ന് വാങ്ങിക്കൊള്ളുമെന്നും അയാൾ പറഞ്ഞു. പക്ഷേ സൂപ്പർ മാർക്കറ്റിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പോസ്റ്റ് ഓഫീസ് അടയ്ക്കുമായിരുന്നു. അതുകൊണ്ട് അവൾക്കത് വാങ്ങാനായില്ല. ഇതിനിടയിൽ ഗോപാലനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും മണി ഓർഡർ വാങ്ങാത്തതിനാൽ കിരൺ വിചാരിച്ചു സുഖമില്ലാത്ത ആളെ ഒറ്റയ്ക്കാക്കി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കൊണ്ടു കൊടുക്കാമെന്നും. പക്ഷേ അന്ന് തന്നെ ദേവു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിന് മുൻപ് രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിലെത്തി. കിരണും അവിടെ ഉണ്ടായിരുന്നു. ദേവയാനിയുടെ മണി ഓർഡർ വാങ്ങാൻ വന്നതാണ്. കിരണെ, ആ മണി ഓർഡർ എടുത്തു കൊടുക്ക്. പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് മണി ഓർഡറുമായി വന്ന കിരൺ അവിടെ ദേവുവിനെയാണ് കണ്ടത്. കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. അവളുടെ മുഖത്ത് നോക്കാൻ അവന് ചമ്മൽ തോന്നി. അപ്പോഴാണ് ദേവുവും കിരണിനെ ശ്രദ്ധിച്ചത്. ഇയാൾക്ക് പോസ്റ്റ് ഓഫീസിലാണോ ജോലി? ചമ്മൽ മറച്ച് കിരൺ ചോദിച്ചു. ദേവയാനി എവിടെ? ഇത് കേട്ട് ദേവു അന്തം വിട്ടു. ഇയാൾക്ക് ശരിക്കും കണ്ണ് കണ്ടുകൂടാത്തതാണോ അതോ കാണാത്തതായി അഭിനയിക്കുന്നതാണോ എന്നവൾ ചിന്തിച്ചു. കുട്ടി, തന്നോടാ ചോദിക്കുന്നത്. ദേവയാനി ചേച്ചി എവിടെ? വന്നില്ലേ? കിരണിൻ്റെ ശബ്ദം ഉയർന്നു. ഏ, ദേവയാനി ചേച്ചിയോ? ഇങ്ങേര് എന്തൊക്കെയാ ഈ പറയുന്നത്? ആ ചേച്ചിയെ വിളിക്ക്, ഇവിടെ സൈൻ ചെയ്യണം. ദേവു സൈൻ ചെയ്യാനായി ചെന്നതും, ഡോ, തന്നോടല്ലേ ഞാൻ ഇതുവരെ പച്ച മലയാളത്തിൽ പറഞ്ഞത് ദേവയാനി ചേച്ചിയെ വിളിക്കാൻ? ചേച്ചിയാണ് സൈൻ ചെയ്യേണ്ടത്, അല്ലാതെ താനല്ല, കിരൺ പറഞ്ഞു.
ഇതുകൂടി കേട്ടപ്പോൾ ദേവുവിന് ആകെ വിറഞ്ഞു കയറി. തനിക്ക് വട്ടാണോ? ദേവയാനി ഞാനാടോ. അവൻ്റെ ഒരു ദേവയാനി ചേച്ചി. ദേവു കിരണിനെ നോക്കി പുച്ഛിച്ചു. എവിടെയാ സൈൻ ചെയ്യേണ്ടത്? ദേവു ചോദിച്ചു. ഇത് കേട്ട് കിരൺ പിന്നെയും ചമ്മി. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കണ്ടതല്ലേ? കിരൺ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. എടോ, താൻ കണ്ടത് എൻ്റെ അമ്മ ജാനകിയാണ്. ദേവയാനി ഈ ഞാനാണ്, മനസ്സിലായോ? തന്നെ ആരാണാവോ പോസ്റ്റ്മാനാക്കിയത്? ഇങ്ങനെ അയാൾ കത്തുകളൊന്നും കിട്ടേണ്ടിടത്ത് അല്ല എത്തിക്കുക. ദേവു പിറുപിറുത്തു. ദേവയാനി എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്രായമുള്ള ആളായിരിക്കുമെന്ന്, കിരൺ പറഞ്ഞു. അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും വിചാരിക്കണ്ട കേട്ടോ. ദേവു കിരണിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് സൈൻ ചെയ്ത് ക്യാഷും വാങ്ങിപ്പോയി. കാന്താരി. കുറച്ച് ദിവസത്തിനു ശേഷം കിരൺ സാധനങ്ങൾ വാങ്ങാനായി ദേവു ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലെത്തി. സാധനങ്ങൾ വാങ്ങി ബില്ലിംഗ് സെക്ഷനിൽ ചെന്നപ്പോഴാണ് അവിടെ വെച്ച് അവൻ ദേവുവിനെ കണ്ടത്. ദേവയാനി എന്താ ഇവിടെ? കിരൺ ചോദിച്ചു. ഞാൻ ഇവിടെയാ ജോലി ചെയ്യുന്നത്. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. എന്നാ പോട്ടെ ദേവയാനി. കിരണിന്റെ ദേവയാനി എന്നുള്ള നീട്ടിവിളി ദേവുവിന് കേട്ടിട്ട് കലി കയറി. ഇങ്ങനെ എപ്പോഴും ദേവയാനി ദേവയാനി എന്ന് നീട്ടി വിളിക്കേണ്ട, എന്നെ ദേവൂന്ന് വിളിച്ചാൽ മതി. ഇത് കേട്ട് കിരണിന് ചിരി വന്നു. എന്താടോ താൻ ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ദേവയാനിന്നേ വിളിക്കൂ. എന്നാ ശരി ദേവയാനി, ഞാൻ പോട്ടെ. ഇനിയും കാണാം ദേവയാനി. എടോ, തന്നെ ഇന്നു ഞാൻ എന്നു പറഞ്ഞ് ദേഷ്യത്ത് ദേവു കിരണിന് പിറകെ ചെന്നതും പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ പകച്ചു. സൂപ്പർവൈസർ. ദേവയാനി, കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അയാൾക്ക് വായിൽ തോന്നിയതൊക്കെ ദേവുവിനെ പറഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ കണ്ണുകൾ നിറച്ച് തലകുനിച്ച് നിന്നതേ ഉള്ളൂ ദേവു. ഇതൊക്കെ കണ്ട് കിരണും ആകെ വല്ലാതായി. അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനാണ് അവൻ അങ്ങനെ പറഞ്ഞത്. താൻ കാരണമാണല്ലോ അവൾക്ക് വഴക്ക് കിട്ടിയത്. ഞാൻ അങ്ങനെ അവളെ പ്രകോപിച്ചത് കൊണ്ടല്ലേ അവൾ ദേഷ്യപ്പെട്ടത്. കിരണിന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. അവൻ അവളെ നോക്കിയപ്പോൾ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ കിരണിന് എന്തോ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. കിരൺ അവളുടെ അടുത്തേക്ക് ചെന്നതും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോയി. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് വഴക്ക് കേട്ടതിനാൽ ദേവുവിന് അപമാനം തോന്നി. അന്നത്തെ ദിവസം കിരണിന് ഒരു മനസ്സമാധാനവും ഉണ്ടായിരുന്നില്ല. കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. കണ്ണടച്ചാൽ അവളുടെ നിറഞ്ഞ മിഴികളാണ്. എന്താണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്? ഇതുവരെയായിട്ടും എനിക്കിങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഇത് എനിക്കെന്താണ് പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓരോന്ന് ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എപ്പോഴോ നിദ്രയെ പുൽകി. ഇന്ന് എന്തായാലും ദേവുവിനെ പോയി കണ്ട് ഒരു സോറി പറയണമെന്ന് അവൻ തീരുമാനിച്ചു. ജോലിയിൽ അധികം ശ്രദ്ധിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയെങ്കിലും വൈകുന്നേരമായപ്പോൾ അവൻ ദേവു ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലെത്തി അവളെ അന്വേഷിച്ചു. പക്ഷേ അവൾ വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈശ്വര, ഇത് കാരണം അവൾ ജോലി ഉപേക്ഷിച്ചോ? ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ. അവൻ്റെ മനസ്സ് പലവിധ ചിന്തകളാൽ നീറി. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കിരൺ 2 ദിവസം ലീവെടുത്ത് നാട്ടിൽ പോയി. അപ്പോഴും അവൻ്റെ മനസ്സിൽ ദേവുവിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അമ്മ കാര്യം അന്വേഷിച്ചിട്ടും അവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. കിരണിന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. കിരണിൻ്റെ മുഖം ഒന്ന് വാടിയാൽ ആ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കിരൺ നാട്ടിൽ നിന്ന് തിരിച്ചത്. മഴയും ബ്ലോക്കും ആയതിനാൽ ബൈക്ക് യാത്ര ദുസ്സഹമായിരുന്നു. രാത്രി സമയം ഏകദേശം 8:30 മണിയായിരുന്നു. റോഡൊക്കെ തെന്നിക്കിടക്കുന്നതിനാൽ വളരെ പതുക്കെയാണ് കിരൺ വണ്ടി ഓടിച്ചിരുന്നത്. ഒരു വളവ് തിരിഞ്ഞപ്പോഴേക്കും ഒരു പെൺകുട്ടി ബൈക്കിന് മുന്നിൽ ചാടി. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതിനാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൾ റോഡിലേക്ക് വീണു. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ പിന്നാലെ ഓടി വന്ന 3-4 ചെറുപ്പക്കാരെ കിരൺ കണ്ടത്. കിരൺ വേഗം ബൈക്കിൽ നിന്ന് ഇറങ്ങി അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ചെന്നു. അപ്പോഴേക്കും ആ ചെറുപ്പക്കാർ ഓടിക്കളഞ്ഞു. അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതായിരുന്നു ആ പെൺകുട്ടി. പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോഴാണ് കിരൺ അവളുടെ മുഖം ശ്രദ്ധിച്ചത്. മുഖം കണ്ട് കിരൺ ഞെട്ടി. അത് ദേവയാനിയായിരുന്നു. ദേവു, മോളെ, മോൾ എന്താ ഇവിടെ? കിരൺ വെപ്രാളത്തോടു കൂടി ചോദിച്ചു. അപ്പോഴേക്കും അവൾ ബോധം മറിഞ്ഞ് അവൻ്റെ കൈകളിലേക്ക് വീണിരുന്നു. പെട്ടെന്ന് തന്നെ കിരൺ അവളെ താങ്ങിയെടുത്ത് ഒരു ഓട്ടോയിൽ കയറ്റി ദേവുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവൾക്ക് എന്താകും പറ്റിയത് എന്നറിയാതെ അവൻ വിഷമിച്ചു. അവൾക്ക് ബോധം വന്നാലേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ദേവയാനിയുടെ കൂടെ വന്നത് ആരാണ്? ഡോക്ടർ വിളിക്കുന്നു. സിസ്റ്റർ, ദേവുവിന് കുഴപ്പമൊന്നുമില്ല, ബോധം വീണിട്ടുണ്ട്, നിങ്ങൾ ചെന്നോളൂ.
കിരൺ വേഗം ഡോക്ടറുടെ അടുത്ത് ചെന്നു. ദേവയാനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നെറ്റിയിലെ മുറിവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പേടിച്ച് ബോധം പോയതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. തല ഇടിച്ചതിനാൽ സ്കാൻ ചെയ്യണം. അത് നാളെയേ പറ്റൂ. ഈ ട്രിപ്പ് തീരുമ്പോൾ പോകാം, ഡോക്ടർ പറഞ്ഞു. ദേവയാനിയുടെ ഹസ്ബൻഡാണോ? ഡോക്ടറുടെ ചോദ്യം കേട്ട് ദേവുവും കിരണും ഞെട്ടി. ആ അതെ ഡോക്ടർ. കിരൺ പറഞ്ഞത് കേട്ട് ദേവു കിരണിനെ നോക്കി. അപ്പോൾ അവൻ കണ്ണുകൾ അടച്ചു കാണിച്ചു. എന്നാ ശരി, ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പോയി. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദേവു ചോദിച്ചു. എങ്ങനെ പറഞ്ഞെന്ന്? എൻ്റെ ഹസ്ബൻഡാണെന്ന്. അത് പിന്നെ ഡോക്ടർ ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു, കിരൺ പറഞ്ഞു. എന്ത് കാണാമായിരുന്നു എന്ന്? ഞാൻ നിന്റെ ആരുമല്ല എന്നറിഞ്ഞാൽ അവർ പോലീസിൽ അറിയിക്കും. അത് പിന്നെ ആകെ പ്രശ്നമാകും. ഇതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ലല്ലോ. കിരൺ പറഞ്ഞതാണ് ശരിയെന്ന് ദേവുവിനും തോന്നി. ആട്ടെ, താൻ എങ്ങനെ ഈ സമയത്ത് അവിടെ എത്തി? അത് ഓണ സീസൺ ആയതിനാൽ 8 മണിവരെ നിൽക്കണമെന്ന് സാർ പറഞ്ഞു. നിന്നില്ലെങ്കിൽ പിന്നെ ഈ ജോലി കാണില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി. ലാസ്റ്റ് ബസ് പോയിട്ടില്ല എന്നറിഞ്ഞ് ഞാൻ അവിടെ നിന്നു. അപ്പോഴാണ് ആ ചെറുപ്പക്കാർ അവിടേക്ക് വന്നത്. എന്നെ കണ്ടവർ ഓരോന്ന് പറയാൻ തുടങ്ങി. അതിലൊരുത്തൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ കൈ തട്ടിമാറ്റി ഓടിയതാ ഞാൻ. അങ്ങനെയാണ് ഞാൻ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ദേവുവിൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു തൂവി. ഏയ് വിഷമിക്കേണ്ട, അതിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു കിരൺ. അവളുടെ കൈയോട് അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു. ആ പിന്നെ താനൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പോയി എന്തെങ്കിലും വാങ്ങി വരാം, കിരൺ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. അത് താനാണോ തീരുമാനിക്കുന്നത്? കിരൺ ചോദിച്ചു. പിന്നീട് ദേവു ഒന്നും പറഞ്ഞില്ല. താൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? കിരൺ ചോദിച്ചു. അപ്പോഴാണ് ദേവു അക്കാര്യം ഓർമ്മിച്ചത്. എന്നെ കാണാഞ്ഞ് അവർ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. ഡോ, തന്നോടാ ചോദിച്ചത്. ആ ഇല്ല. എന്തായാലും ഹോസ്പിറ്റലിലാണെന്ന് പറയേണ്ട. ഓവർ ടൈം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കേണ്ട, കിരൺ പറഞ്ഞു. എന്നിട്ട് ഭക്ഷണം വാങ്ങാൻ പോയി കിരൺ. കിരൺ പറഞ്ഞതാണ് ശരിയെന്ന് ദേവുവിന് തോന്നി. അവൾ അങ്ങനെ തന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞു. ഓവർ ടൈം നിൽക്കുന്നവരെ വീട്ടിൽ കൊണ്ടാക്കാൻ വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും ദേവു അവരോട് കള്ളം പറഞ്ഞു. വീട്ടിലെത്തിയിട്ട് നേരിൽ കണ്ട് സത്യങ്ങൾ പറയാമെന്ന് ദേവു കരുതി. വെറുതെ എന്തിനാ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? കിരൺ തിരികെ വന്നപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിരുന്നു. ട്രിപ്പ് തീർന്നല്ലോ. ഇനി ഭക്ഷണം കഴിച്ചു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് പോകാം, കിരൺ പറഞ്ഞു. അവർ ഇരുവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഡോക്ടറെയും കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ബില്ലെല്ലാം സെറ്റിൽ ചെയ്തത് കിരൺ ആയിരുന്നു. ദേവുവിൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഒന്നുമില്ല താനും. താങ്ക്സ്, ദേവു പറഞ്ഞു. എന്തിന്? എനിക്ക് ചെയ്തു തന്ന സഹായത്തിന്. ഓ, വരവ് വച്ചിരിക്കുന്നു. ബില്ലടച്ച ക്യാഷ് ഞാൻ പിന്നീട് തന്ന് തീർത്തുകൊള്ളാം. ഓ, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുമ്പോൾ തന്നാ മതി. തനിക്ക് ബൈക്കിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കിരൺ ചോദിച്ചു. ഇല്ല. എന്നാ കയറ്, വേഗം പോകാം. അല്ല, താൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? ആ പറഞ്ഞു. താൻ എങ്ങനെ ചെല്ലുമെന്ന് അവർ ചോദിച്ചില്ലേ? ആ. അതിന് മറുപടിയായി അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. താൻ എന്താ മറുപടി പറഞ്ഞു? ഓവർ ടൈം നിൽക്കുന്നവരെ കൊണ്ടാക്കാൻ വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് സത്യാവസ്ഥ പറയാം. ഇപ്പോഴേ പറഞ്ഞ് അവരെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു. ആ, അതാണ് നല്ലത്, കിരൺ പറഞ്ഞു. കാറ്റടിച്ചപ്പോൾ അവൾക്ക് തണുക്കുവാൻ തുടങ്ങി. എന്താടോ താനൊന്നും മിണ്ടാത്തേ? അതെനിക്ക് തണുക്കുന്നു, അവൾ പറഞ്ഞു. എന്നെ പിടിച്ചിരുന്നോ? അപ്പോൾ തണുപ്പ് മാറും. അവൾക്ക് അവനെ പിടിച്ചിരിക്കാൻ ലജ്ജ തോന്നി. ആദ്യമൊന്നും പിടിക്കാതെ ഇരുന്നു. പക്ഷേ തണുപ്പ് അസഹ്യമായി മാറിയപ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോൾ കിരണിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. പിന്നീട് ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ച് യാത്ര തുടർന്നു. ദേവുവിൻ്റെ വീടിനടുത്തായി ബൈക്ക് നിർത്തി അവളെ അവിടെ ഇറക്കി. അവൾ യാത്ര പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ കിരൺ ദേവയാനിയെന്ന് നീട്ടി വിളിച്ചു. അവൻ്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ തനിക്ക് വേണ്ടത്? ആ, ഇപ്പോഴാണ് ദേവു ഫോം ആയത്. അവൻ അവളെ നോക്കി ചിരിച്ചു. ദേവുവിൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. അതെ, എൻ്റെ ബൈക്കിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. തന്നെ അതിൽ പെർമനൻ്റ് ആക്കട്ടെ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ഇഷ്ടമാണ് അമ്മയുടെയും. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഞാൻ അമ്മയും കൂട്ടി അങ്ങ് വരും. അപ്പോൾ മുടക്ക് ന്യായമൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ, കിരൺ പറഞ്ഞു. എല്ലാം താൻ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ദേവു ചോദിച്ചു. ആ പിന്നെ, അതു മതി. ഞാൻ തന്നെയും കൊണ്ടേ പോകൂ. തൽക്കാലം എൻ്റെ മോള് പോയി റെസ്റ്റ് എടുക്ക്, കിരൺ പറഞ്ഞു.
ഇത് കേട്ട് ദേവു ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി വീട്ടിലേക്ക് നടന്നു. അവിടെ പൂവിടുകയായിരുന്നു കിരണിന്റെയും ദേവയാനിയുടെയും പ്രണയം. ഋതുക്കൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരുന്നു. എന്നാലും അവരുടെ പ്രണയത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകാതെ അവർ സന്തോഷത്തോടുകൂടി ഒരുപാട് കാലം ജീവിക്കട്ടെ.